ഹലോ കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ അക്വേറിയം ഷോപ്പിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, മീനിന്റെ വെറൈറ്റി ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ വട്ടവും അത്യാവശ്യം ഫിഷും കാര്യങ്ങളും വരുന്നുണ്ട് കേട്ടോ. അത്രയും അന്ന് വന്ന പോലെ അത്രയും വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഇല്ല, പക്ഷെ എന്നാൽ തന്നെ അത്യാവശ്യം മീനുകളും കാര്യങ്ങളും ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് ലൈഫ് പ്ലാന്റ്സും കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും മീനിന്റെ കുറെ അധികം കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. ചില മീനുകളെ എങ്ങനെ നോക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു വീഡിയോയും കാര്യങ്ങളായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ അലങ്കാര മത്സ്യങ്ങളും കാര്യങ്ങളും വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം പാക്ഡ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നതാണ്. ഇതിന്റെ വിശേഷങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മുടെ ഷോപ്പിന്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ ഞാൻ ഒന്നുകൂടെ എന്തായാലും പറയാം. ചിലവർക്കൊക്കെ ഡൗട്ട് ഉണ്ട്. അപ്പം പത്തനംതിട്ട ജില്ലയിൽ അടൂർ കടമ്പനാടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. കടമ്പനാട് ഏകദേശം സ്കൂളൊക്കെ കഴിഞ്ഞ് ഒരു 200 മീറ്റർ ഫ്രണ്ടിലോട്ട് വരുമ്പോഴത്തേനാണ് നമ്മുടെ ഷോപ്പുള്ളത്. കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും വെച്ചേക്കാം, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് വരാമെന്നുള്ളത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് എന്തായാലും പോവാം. നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ റുക്കീൻ ഗോൾഡ്, കാലിക്കോ റുക്കീൻ എന്ന് പറഞ്ഞ ഗോൾഡ് ഫിഷിനകത്ത് വരുന്ന ഒരു വെറൈറ്റിയാണ്. പൊതുവെ എപ്പോഴും അങ്ങനെ വരാറില്ല. ഇത് റെഡ് ആൻഡ് വൈറ്റ് ആണ് കേട്ടോ. അത്യാവശ്യം വലിപ്പമുണ്ട്, കാണാനായിട്ട് നല്ല ഭംഗിയാണ്. അപ്പം ഗോൾഡ് ഫിഷിന്റെ പല വെറൈറ്റീസ് നിങ്ങൾ ഒരണ്ട ഗോൾഡ് ഫിഷും നോർമൽ ഗോൾഡ് ഫിഷും ഒക്കെ വാങ്ങിയിട്ടേക്കുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് വാങ്ങി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. നല്ല ഭംഗിയാണ്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. നല്ല ബലൂൺ പോലെ ഇരിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അക്വേറിയത്തിലൊക്കെ ഇട്ട് കാണാനായിട്ട് നല്ലതാണ്. ഇവരുടെ ഓട്ടവും പോക്കും ഒക്കെ വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അത്യാവശ്യം ലൈഫും ഉള്ള ഒരു മീനുകളിലൊന്നാണ്. പിന്നെ ലൈഫിന്റെ കാര്യത്തിൽ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം ലൈവ് മീനുകൾ ആണ്, ലൈവായിട്ടുള്ള ജീവനുള്ള വസ്തുക്കളാണ്. അപ്പൊ നമ്മൾ നോക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അത് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം pH ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെ ബാലൻസ് ചെയ്തെത്തിക്കും. pH നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. നോർമലി ഉള്ള വെള്ളത്തിനകത്ത് കല്ലുപ്പ് ആഡ് ചെയ്ത് നല്ല രീതിയിൽ ഇട്ടിട്ട് മീനുകൾ ഇടാനായിട്ട് ശ്രമിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യം അതാണ്. മാക്സിമം സോൾട്ട് ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതാണ് അതിനനുസരിച്ച് മീനുകൾ കിടക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ആവുന്ന വരെ വെള്ളം മാറ്റാതിരിക്കാനായിട്ട് നിങ്ങൾ നോക്കരുത്. മാക്സിമം വെള്ളം ഫംഗലൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ മാക്സിമം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് വെള്ളം മാറി ക്ലിയർ ചെയ്ത് പോയാലും വലിയ കുഴപ്പം വരത്തില്ല. എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ കൂടിയിരിക്കുമ്പോഴാണ് പൊതുവെ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗപ്പിയുടെ തന്നെ ഒരു വെറൈറ്റി ആണ്. സാന്താക്ലോസ് ആണ് കേട്ടോ. സാന്താക്ലോസ് ബിഗ് ഇയറിനകത്ത് വരുന്ന ഒരു ഗപ്പിയാണ്. അപ്പം കാണാനായിട്ട് ഇത് നല്ല ഭംഗിയാണ്. അപ്പം നിങ്ങൾക്ക് പൊതുവെ ഹൈബ്രിഡ് ഗപ്പിയോടൊക്കെ താല്പര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈബ്രിഡിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. അപ്പൊ നിങ്ങൾ ഷോപ്പായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. പല വെറൈറ്റീസ് വരും. സാന്താക്ലോസ് ബിഗ് ഇയർ വരും, അതുപോലെ തന്നെ നമ്മുടെ ജർമ്മൻ റെഡ് വരും. പിന്നെ അത് മാത്രമല്ല ആൽബിനോ ഫുൾ റെഡ് വരും, ഫുൾ ബ്ലാക്ക് വരും. അങ്ങനെ കുറെ വെറൈറ്റീസ് വരാറുണ്ട്. ഇത് നമ്മുടെ ജർമ്മൻ റെഡ് ടൈലിന്റെ ഒരു ടൈപ്പ് ഗപ്പിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. അപ്പം നിലവിൽ വില കുറവാണ്. ഹൈബ്രിഡ് ഗപ്പിയെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഹൈബ്രിഡ് ഗപ്പിക്കകത്ത് തന്നെ വരുന്നതിനകത്ത് വില കുറവുള്ള ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ പ്ലാന്റിന്റെ നല്ലൊരു കളക്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ലൈഫ് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് മീനുകളെ വളർത്താൻ താല്പര്യമാണെന്നുണ്ടെങ്കിൽ വളരെ ബെസ്റ്റ് ആണ്. അക്വേറിയത്തിൽ കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കല്ലുപ്പിട്ടുകൊണ്ട് ലൈഫ് പ്ലാന്റ് ഒരു കാരണവശാലും വെക്കരുത് കേട്ടോ. വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കഴുകി പോകും. പുറത്ത് ഔട്ട് സൈഡ് വെക്കുന്നതായിരിക്കും നല്ല സൺലൈറ്റ് ഒക്കെ കിട്ടുന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് വളരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് അക്വേറിയത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പ്ലാന്റിന്റെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പം പ്ലാന്റിനകത്ത് നിങ്ങൾ ഒരു കാരണവശാലും ഉപ്പിടാതിരിക്കുക. ലൈറ്റ് ഒക്കെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫൈറ്റർ ആണ്, ഫീമെയിൽ ഫൈറ്റർ ആണ്. അതും ഫുൾ റെഡ് വരുന്ന നമ്മളൊരു ഹോം ബ്രീഡ് ഫീമെയിൽ ഫൈറ്റർ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വില കുറവാണ്. പേരൊക്കെ വരുമ്പോഴത്തേന് പേരല്ല പീസൊക്കെ വരുമ്പോൾ 50 രൂപ 40 രൂപയൊക്കെ വില വരത്തുള്ളൂ. അപ്പം അതിനനുസരിച്ചുള്ള രീതിയിൽ നല്ല ഫൈറ്റർ ആണ്. അത് ക്വാളിറ്റി നല്ല രീതിയിലുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേക്കും ഫുൾ മൂണിന്റെ ഫൈറ്റർ ആണ്. അപ്പം മെയിൽ നമുക്ക് നല്ല രീതിയിലുള്ള കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വട്ടത്തെ സ്റ്റോക്കിനകത്ത് നമുക്ക് പാൻഡാമോളിഡ്സ് കിട്ടിയിട്ടില്ലായിരുന്നു. പാൻഡാമോളി എന്ന് പറഞ്ഞാൽ ചിലവർ പല പേരിൽ പറയും. പാൻഡാമോളി എന്ന് പറയും, അതുപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റ് മോളി എന്ന് പറയും. അങ്ങനെ പല ടൈപ്പ് പേരിൽ അറിയപ്പെടുന്ന മോളിയാണ്. മോൾ ഫിഷിനകത്ത് അത്യാവശ്യം കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. ഒരു പകുതി കളർ ഗോൾഡും അതും ബാക്കി ഒരു ബ്ലാക്കും ഒക്കെ ചേർന്ന് വരുന്ന ഒരു ടൈപ്പാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന നമ്മുടെ സോട്ടയിലാണ്. സോട്ടയിലിനകത്ത് തന്നെ ഉള്ള പൈനാപ്പിൾ സോട്ടയിലാണ് കേട്ടോ. റെഡ് കംപ്ലീറ്റ് വരുന്ന ടൈപ്പും വരും. അത് മാത്രമല്ല റെഡ് സോഡും വരും, അതുപോലെ തന്നെ പൈനാപ്പിൾ സോഡും വരും. പല വെറൈറ്റി വരും. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പൈനാപ്പിൾ സോഡാണ് കേട്ടോ. പിന്നെ നമ്മുടെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ റുക്കീൻ ഗോൾഡിനെ അക്വേറിയത്തിലേക്ക് ഇട്ടതിന്റെ ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണാൻ കേട്ടോ. റെഡ് ആൻഡ് വൈറ്റ് റുക്കീൻ ആണ്. ഇനി അടുത്ത വട്ടം ചിലപ്പോൾ അതിന്റെ തന്നെ വേറൊരു വെറൈറ്റി വരാനായിട്ട് ചാൻസ് ഉണ്ട്. കാലിക്കോടെ നോർമൽ റുക്കീൻ ഗോൾഡ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഏഞ്ചലിന്റെ നല്ലൊരു കളക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഏഞ്ചൽ നമുക്ക് വന്നേക്കുന്ന ഹോം ബ്രീഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ലോസ് വളരെ കുറവാണ്. നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഏഞ്ചലിന്റെ ഒരു കോയിൻ സൈസിൽ വരുന്ന ടൈപ്പാണ് കേട്ടോ. തീരെ ചെറുതല്ല, അത്യാവശ്യം വലിപ്പമുള്ള ബ്ലാക്ക് മാർബിൾ ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് നമ്മുടെ പേൾ ഏഞ്ചലും ഉണ്ട്. 2 ടൈപ്പാണ് നമുക്കിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.